നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത് ചാനൽ ഇലാൻ അമാനയാണ്. ഈ ചാനലിൽ നമ്മൾ എല്ലാവിധ സംഭവങ്ങളും നമ്മളിതിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിൻ്റെ ഈ തുടക്കത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ ഒരുവിധ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഞങ്ങളെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നമ്മൾ ഇനിയുള്ള അവിടുന്ന് അങ്ങോട്ടുള്ള എന്തൊക്കെയാണ് പ്രോഗ്രാം എന്നുള്ളത് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ചാനലിൻ്റെ പേര് മറക്കരുത്, ഇലാൻ അമാന. മലപ്പുറം ജില്ലയിലെ തുവ്വൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് രൂപീകരിക്കപ്പെട്ട വിവാഹ ബ്യൂറോയാണ് പെയിൻ ആൻഡ് ഗെയിൻ. ഇതൊരു സാധാരണ വിവാഹ ബ്യൂറോ അല്ല എന്ന് ആമുഖമായി തന്നെ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. സാമ്പത്തിക കാരണങ്ങളാലോ ബുദ്ധിമാന്ദ്യമോ അംഗവൈകല്യമോ ആകാരവൈരൂപ്യമോ ഉള്ളതിനാലോ വിവാഹ ജീവിതത്തിലേക്ക് എത്തപ്പെടാൻ കഴിയാത്തവരുടെ പ്രായമോ പരിമിതികളോ ഗതകാല പശ്ചാത്തലങ്ങളോ നോക്കാതെ അവർക്കുമൊരു വിവാഹ ജീവിതം സാധ്യമാക്കിക്കൂടെ എന്ന ആലോചനയാണ് ഞങ്ങൾ സഹൃദയരുമായി പങ്കുവെക്കുന്നത്. ഭർത്താവ് മരിച്ചവരെയും ഭാര്യ മരിച്ചവരെയും വിവാഹബന്ധം വേർപെടുത്തപ്പെട്ടവരെയുമെല്ലാം പുനർവിവാഹത്തിന് നിർബന്ധിക്കുകയെന്നത് കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധിത ബാധ്യതയല്ലേ? രക്തബന്ധുക്കളുടെ കൂടെയാണ് താമസമെങ്കിലും വൈകാരികമായി ഒറ്റപ്പെട്ട് കഴിയുകയും വിവാഹമോഹം പേറി നടക്കുകയും ചെയ്യുന്ന വിധവകളോ വിഭാര്യരോ ആയവർക്ക് ഇണകളെ കണ്ടെത്തിക്കൊടുക്കാൻ താൽപ്പര്യം കാണിക്കാത്ത ചില മക്കളും സഹോദര സഹോദരിമാരുമുണ്ടാകും. വിവാഹശേഷം മക്കളുണ്ടായാൽ സ്വത്ത് വിഹിതം വയ്ക്കേണ്ടി വരുമെന്ന ആശങ്കയാകാം അതിന് പിന്നിൽ. വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും യോഗ്യതയോ അർഹതയോ ഇല്ലെന്ന് നനച്ച് തങ്ങളിലേക്ക് ഒതുങ്ങിക്കഴിയുന്നവർക്കും പുനർവിവാഹ വിചാരം തുറന്നു പറയാൻ കഴിയാത്ത വിധവകൾക്കും രക്തബന്ധുക്കളുടെ കൂടെയാണെങ്കിലും വീടകങ്ങളിൽ വീർപ്പ് മുട്ടിക്കഴിയുന്ന വിവാഹമോചിതർക്കും വിവാഹപ്രായമെത്തിയ യുവതീ യുവാക്കൾക്കും തങ്ങളുടെ അഭിരുചികളുമായി യോജിക്കാൻ കഴിയുന്ന ഇണകളെ തേടാനുള്ള വേദിയൊരുക്കുകയാണ് പെയിൻ ആൻഡ് ഗെയിൻ. അംഗവൈകല്യമുള്ളവരിൽ ബുദ്ധിവികാസമുള്ളവരുണ്ടാകും. ബുദ്ധിമാന്ദ്യമുള്ളവരിൽ അംഗവൈകല്യമില്ലാത്തവരുമുണ്ടാകും. ബുദ്ധിക്കും ശരീരഘടനയ്ക്കും വലിയ അപാകതകളില്ലാത്തവർ ആകാരവൈരൂപ്യത്താൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടാകാം. ഇവരിൽ നിന്നൊക്കെ അനുയോജ്യരായ ഇണകളെ കണ്ടെത്തി വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് അവരുടെ ജൈവിക ചോദനകളോട് ആദരവും സഹനവും കാണിക്കുകയെന്ന ശ്രമകരമായ ദൗത്യത്തിലേക്കും വിവാഹ ജീവിതത്തിലൂടെ പിറക്കുന്ന കുഞ്ഞുങ്ങളാൽ ഒരുപക്ഷെ അവർ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായേക്കാമെന്ന വിചിന്തനങ്ങളിലേക്കും അവരുടെ മനോഗതികളും ജീവിത ശൈലികളും അറിയുന്ന രക്ഷകർത്താക്കളുടെയും അവരുടെ അധ്യാപകരുടെയും സഹായവും ഉപദേശവും തേടുകയാണ് ഞങ്ങൾ. അതോടൊപ്പം തന്നെ ഇത്തരക്കാരിൽപ്പെട്ടവരെ വിവാഹം കഴിച്ച് ആവുന്നതുപോലെ സംരക്ഷിച്ച് കരുണയുടെ വാതായനങ്ങൾ തുറന്നുകൊടുക്കുന്നതിലൂടെ ദിവ്യകടവാടങ്ങൾ തുറക്കപ്പെടാനും മരണാനന്തര ജീവിത വിജയം നേടാനും വിവാഹം കഴിക്കാത്തവരോ വിവാഹമോചിതരോ വിധവകളോ ആയവരിലെയും നിലവിൽ ഭാര്യമാരുള്ള പുരുഷന്മാരിലെ സമ്പത്തും ശാരീരികക്ഷമതയും നീതിബോധവുമുള്ളവരെയും ഈ വൈവാഹിക സോഷ്യലിസത്തിൻ്റെ പ്രചാരകരും പ്രയോക്താക്കളുമാകാൻ ആഹ്വാനം ചെയ്യുകയുമാണ് ഞങ്ങൾ. അധികാരവും സമ്പത്തും മാത്രമല്ല, മാനുഷികമായ വികാരങ്ങളും സ്നേഹമയമുള്ള തലോടലുകളും വികേന്ദ്രീകരിക്കപ്പെടുകയും ദാനം ചെയ്യപ്പെടുകയും വേണ്ടതല്ലേ? പ്രായമേറെയായാലും ജരാനരകൾ ബാധിച്ചാലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള അഭിനിവേശം ശാരീരിക വൈകല്യമോ ആകാരവൈരൂപ്യമോ ഉള്ളവർക്കുമുണ്ട്, ഒരു പക്ഷേ കൂടുതൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കപ്പെടേണ്ടതല്ലേ? വരണ്ട ഭൂവിലേക്ക് പെയ്തിറങ്ങുന്ന മഴവെള്ളം എങ്ങനെയാണോ വിത്തുകൾ മുളച്ചു പൊങ്ങാൻ പ്രേരകമാകുന്നത്, അങ്ങനെയൊക്കെയാണ് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് സ്നേഹമൊഴുകുമ്പോൾ മനുഷ്യരുടെ ശരീരത്തിൽ പോലും ഉണ്ടാകുന്ന വിസ്മയകരമായ വ്യതിയാനങ്ങൾ. നാളുകളേറെയായി ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഇരുമ്പായുധങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നത് പോലെയാണ് സ്നേഹ തലോടലുകൾ നിഷേധിക്കപ്പെടുന്ന മനുഷ്യരുടെ അവസ്ഥയും. ക്ഷണികമായ ഈ ഭൂമിവാസത്തിനിടയിൽ സഹനത്തിൻ്റെയും വേദനകളുടെയും വിത്തുകൾ വിതയ്ക്കുകയും ത്യാഗത്തിൻ്റെയും വിട്ടുവീഴ്ചകളുടെയും സൗന്ദര്യമറിയുകയും ചെയ്യുക നമ്മൾ. അപ്പോൾ ജീവിതകാലത്ത് തന്നെ കർമ്മഫലം നേടാനാകും, പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനും. അതെ, പെയിൻ ബിഫോർ ആൻഡ് ഗെയിൻ ആഫ്റ്റർ. ജാതിമത ഭേദമന്യേ വിവാഹിതരാകാൻ താൽപ്പര്യമുള്ളവർക്കും ബുദ്ധിമാന്ദ്യമോ അംഗവൈകല്യമോ ഉള്ള മക്കൾക്കും വിവാഹ ജീവിതം ആയിക്കൂടെ എന്ന് ചിന്തിക്കുന്ന രക്ഷകർത്താക്കൾക്കും പ്രവർത്തന രീതിയോട് അനുഭാവമുള്ളവർക്കും ഈ സംരംഭത്തോട് സഹകരിക്കാവുന്നതും സുഖകരമായ നടത്തിപ്പിന് വേണ്ടതായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാവുന്നതുമാണ്.
ഈ വിവാഹശേഷം ബ്യൂറോയിലേക്ക് നൽകപ്പെട്ട അപേക്ഷകളിലെ വിവരങ്ങൾ കൃത്യമായി പരിശോധന നടത്തിയ ശേഷം യോജിക്കാമെന്ന് തോന്നുന്നവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താനോ ആവശ്യമെങ്കിൽ പങ്കാളികളാകാൻ പോകുന്നവർക്ക് തങ്ങളുടെ രക്ഷകർത്താക്കളുടെ കൂടെ വന്നാൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള അവസരമൊരുക്കി കൊടുക്കുന്നതുമായിരിക്കും. ഈ ബ്യൂറോയിലൂടെ വിവാഹിതരായ ദമ്പതികളുടെ മേൽ യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളോ ബാധ്യതകളോ ബ്യൂറോക്ക് ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ വിവാഹാനന്തരം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആവശ്യമുള്ളവർക്ക് ആത്മീയ ക്ലാസുകൾ, കൗൺസിലിംഗ് പോലെയുള്ളവ നൽകുകയും അനുരഞ്ജന ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നത് ഭാര്യയായാലും ഭർത്താവായാലും കുറ്റക്കാരനെന്ന് കണ്ടെത്തപ്പെടുന്നവർക്കെതിരെ നിയമ നടപടികൾക്ക് വേണ്ടതായ ഉപദേശ നിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഈ ബ്യൂറോയിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്നതുമായിരിക്കും. ബുദ്ധിമാന്ദ്യമുള്ളവരെയും അംഗവൈകല്യമുള്ളവരെയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വധുവിൻ്റെ അല്ലെങ്കിൽ വരൻ്റെ രക്ഷിതാക്കൾ കൃത്യമായതും പൂർണ്ണമായതുമായ വിവരങ്ങൾ നൽകുകയും വിവാഹശേഷം ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം സദൃഢമാക്കുകയും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സൗഹൃദപരമായി പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഈ ബ്യൂറോയുടെ വിനീതമായ അപേക്ഷയാണ്. അനുകമ്പയും സഹതാപവും മാത്രമല്ല ശാരീരിക, സാമ്പത്തിക, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ അർഹിക്കുന്നതെന്നും ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ സംരക്ഷിക്കുമ്പോൾ കരുണയുടെ ഒരു തലോടലെങ്കിലും നൽകുമ്പോൾ അതിനുള്ള പ്രതിഫലം നൽകുക ദൈവമാണെന്നും നനച്ചുകൊണ്ട് ശ്രമകരമായ ഈ ദൗത്യത്തിൽ പങ്കാളികളാവുക. വിത്തുകൾ വിതച്ചതിന് ശേഷം കൊയ്ത്തുപോലെ വേദനകൾക്ക് ശേഷമുള്ള നേട്ടത്തിലാക്കാകട്ടെ നമ്മുടെ നോട്ടം. വീട്, സ്ഥലം, വാഹനങ്ങൾ, കാർഷിക വിളകൾ പോലുള്ളവ വാങ്ങാനോ വിൽക്കാനോ വാടകയ്ക്കെടുക്കാനോ കൊടുക്കാനോ ഉള്ളവർ ബന്ധപ്പെടുക. അമാന അഡ്വർടൈസ്. പറ്റാവുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള അലയൻസ് വരുമ്പോൾ നിങ്ങളെ ഇൻഫോം ചെയ്യും. കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഈ വിവാഹം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. വി എന്ന് പറഞ്ഞാൽ ഹെവി എന്നാണ്, വാഹം എന്ന് പറഞ്ഞാൽ വഹിക്കുക എന്നാണ്. അപ്പോൾ ഭാരം വഹിക്കുന്നതിനാണ് വിവാഹം പറയുന്നത്. രണ്ടാളും കൂടെ വഹിക്കുമ്പോൾ അത് സിമ്പിളാവും, ഒരാൾ വഹിക്കുമ്പോൾ അത് ഭയങ്കര റേറ്റായിരിക്കും. അതാണ് വിവാഹം. അംഗവൈകല്യങ്ങളായിക്കോട്ടെ, ഏത് വൈകല്യ ആൾക്കാരും വൈകല്യത്തെ നമുക്ക് കൈവല്യമാക്കാൻ പറ്റും. അവർക്ക് വേണ്ടത് നമുക്ക് നോക്കാം. ഓർക്കും പഠിച്ചവും ഓരോരുത്തരെ പഠിച്ചിട്ടുണ്ടോ അല്ലെ? ആണിനൊരു ഗുണ പെണ്ണ് വേണം, പെണ്ണിനൊരു ഇണ ആണ് വേണം, ആണും പെണ്ണും കൂടി ജീവിത പുഷ്പവിമാനം ഓട്ടാൻ ആർക്കുമേ ഫറദായ കാര്യം അതാണ് കല്യാണം. അതിന് വികലാംഗന്നോ വികലാംഗ അല്ലാന്നുള്ളതൊന്നും ഇല്ല, ആർക്ക് വേണമെങ്കിലും ആകാം. ഇപ്പോൾ രണ്ട് ദുരന്തമാണ് ഭൂമിയിൽ നടക്കുന്നത്. ഒന്ന്, ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. രണ്ട്, ഇഷ്ടമല്ലാത്ത ഒരാളെ കൊണ്ട് ജീവിക്കേണ്ടി വന്നു. അപ്പോൾ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ പാരൻറ്റിങ് എന്താ, ഈ വിവാഹ ജീവിതം ബ്രോക്കൺ പാരൻസ് ആയി കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കുട്ടികൾ അവരുടെ ഭാവിയാകും. അത് ഇല്ലാതെ നോക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായ, അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ABCDFG വന്നത്. ഏജ്, ബ്യൂട്ടി, ക്യാരക്ടർ, ദീന്, എഡ്യൂക്കേഷൻ, ഫാമിലി, ഗ്ലാമർ. ഇതൊക്കുമ്പോഴേ മിനിമം കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞ മതി, കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ടപ്പോൾ കെട്ടാൻ തോന്നി, കെട്ടി നോക്കുമ്പോൾ കഷ്ടപ്പെട്ടു പോയെന്ന് തോന്നി. അതിനെ നമ്മളെന്ത് ചെയ്യും? എല്ലാം തോന്നലാണെന്നുള്ള ഒരു ആശ്വാസം തോന്നിപ്പിക്കാൻ ഈ പെയിൻ ആൻഡ് ഗെയിൻ വിവാഹ ബ്യൂറോയ്ക്ക് സാധിക്കും. ഓക്കെ. വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേർന്ന ഇണ, തക്കതായ തുണ. അത് നമ്മൾ രണ്ട് ഭാഗത്തു നിന്നും പരമാവധി നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടത് അറേഞ്ച് ചെയ്ത് തരും. അത് നിങ്ങളെ അറിയിക്കും, നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് തരും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വിപുലീകരിച്ച് പറഞ്ഞു തരാനുള്ള സംവിധാനങ്ങൾ ഈ പെയിൻ ആൻഡ് ഗെയിൻ വിവാഹ ബ്യൂറോയിൽ അതിനുള്ള അവസരവും തരും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സംസാരിക്കണേ അങ്ങനെ തരും. അതല്ല നേരിട്ട് തന്നെ വേണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരും. 100% നിങ്ങൾക്ക് ബോധ്യമായതിനു ശേഷം മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇതൊരു പൈസ ഉണ്ടാക്കാനുള്ള ഇടപാടായിട്ട് കണക്കാക്കണ്ട. നമ്മളിതൊരു സർവീസായിട്ടാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത്. പരമാവധി ആളുകൾക്ക് ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് വിവാഹത്തിന് തടസ്സങ്ങളുണ്ടോ അത് നീക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ പരിപാടിയിൽ ഉണ്ട്. ഓക്കെ. കല്യാണം കഴിഞ്ഞ ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ അത് ഞങ്ങൾക്ക് നിങ്ങൾ വന്ന് നേരിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യാൻ പറ്റും? അതിനുള്ള സംവിധാനങ്ങൾ ഈ പെയിൻ ആൻഡ് ഗെയിൻ പിന്നെ വിവാഹ ബ്യൂറോയിൽ ഉണ്ട്. അവർക്ക് പിന്നെ കോടതി പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെ. പിന്നെ ഏത് കാര്യം ചെയ്താലും സിദ്ധാന്തങ്ങൾ പച്ചയാക്കാനും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചോപ്പാവും. പക്ഷേ രണ്ടും പച്ചയാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ട് ഞങ്ങൾ കല്യാണത്തിലേക്ക് വിധേയമാക്കും. പിന്നെ ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ത് ബുദ്ധിമുട്ട്? ഭാവിയിൽ ഇപ്പോൾ കേസോ പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങൾ കൗൺസിലിങ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ പറ്റും. നമുക്ക് വേണ്ട ഏത് ഭാഗത്താണ് പ്രശ്നം വെച്ചെങ്കിൽ അത് നമ്മൾ പരിഹരിക്കും. പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ പൗതി ഇഷ്ടപ്പെടുന്നതും പൗതി പൊരുത്തപ്പെടുന്നതുമാണ്. അപ്പോഴേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ നമ്മളങ്ങനെ പറഞ്ഞ് ബോധ്യമാക്കും. ഓക്കെ, ഒരു പ്രോഗ്രാം കൂടി ഉണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, രക്ഷിതാക്കൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും എന്തൊക്കെയാണ്, അധ്യാപകർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ട്രെയിനിങ് ക്ലാസ്സുകൾ നമുക്ക് കൊടുക്കും. ഉദാഹരണം, ഒരു കുട്ടിക്ക് എത്ര മാർക്ക് വേണം, എന്ത് ജോലി വേണം, എത്ര കാലം ഈ ഭൂമിയിൽ സേവനം ചെയ്യണം, അതിനുള്ള സംവിധാനങ്ങൾ കൊടുക്കും. അതിന് കുട്ടി ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ കുട്ടി തീരുമാനിക്കണം, തുടരണം, തുടർന്നുകൊണ്ടേയിരിക്കണം. അതുപോലെ കോഴ്സ് കഴിയുന്നത് വരെ അവൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി ഭയങ്കര ഉഷാറായിരിക്കും, ഇല്ലെങ്കിൽ ഭാവി ആവിയായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് മാമ്പുഴ വളവിലാണ്. കരുവാരകുണ്ടിന്ന് തുവൂരിക്ക് പോകുന്ന സ്ഥലത്താണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. മാസങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് പച്ചക്കറികൾ കേട്ടോ, നല്ല നാടൻ പച്ചക്കറികൾ. ഈ പ്രദേശത്തുള്ള കർഷകരിൽ നിന്ന് നേരിട്ടെടുത്തിട്ടും കർഷകർ ഇങ്ങോട്ട് കൊടുത്തിട്ടും അങ്ങനെ കേട്ടോ ഈ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അത്യാവശ്യമായ എല്ലാ തരം പച്ചക്കറികൾക്കും നമുക്ക് ഒരിക്കലും നമുക്ക് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഈ സാധനം കിട്ടും, മരുന്നടിക്കാതെ. നമ്മളെ ഈ മാമ്പുഴ പാടം അതുപോലെ ഈ പ്രദേശം തൂര് പ്രദേശത്ത് കരുവാരകുണ്ട് പ്രദേശത്ത് നിന്നൊക്കെ വരുന്ന ഈ പച്ചക്കറികളാണ്. മാമ്പുഴ വളവിലാണ് ഇത് ചെയ്യുന്നുട്ടോ. അത്യാവശ്യം എല്ലാവർക്കും നല്ല പച്ചക്കറികൾ കഴിക്കാട്ടോ. ഇനി ഉടനെ വരെ എല്ലാവരും വന്നു കേട്ടോ. ഹലോ, നമ്മളിപ്പോൾ പാണ്ടിക്കാട് കരുവാരകുണ്ട് പാണ്ടിക്കാട് റോഡിലാണുള്ളത്. അതായത് കരുവാരകുണ്ടിൽ നിന്ന് പാണ്ടിക്കാട്ടേക്ക് പോരുന്ന ഈ റോഡിൽ നല്ല അടിപൊളി സ്ഥലമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ വാടകക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാമ്പുഴയാണ് സ്ഥലം വരുന്നത്. അതായത് അത്യാവശ്യം വെള്ള സൗകര്യമൊക്കെ ഉള്ള ഒരിടാണ്. 1/2 ഏക്കർ വരുന്ന ഈ ഒരു സ്ഥലം, ഈ കാണുന്ന ഈ സ്ഥലമാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്. പല ആവശ്യങ്ങൾക്കും നമുക്കിത് ഉപയോഗപ്പെടുത്താം. ഫോൺ നമ്പർ കാര്യങ്ങൾ ഈ വീഡിയോ തന്നെ കൊടുക്കുന്നുണ്ട്. മാമ്പുഴ മസ്ജിദിന് നേരെ തൊട്ട് ചാരിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. വെള്ള സൗകര്യമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ. അതേപോലെ മറ്റു കടകൾക്കും കട റൂമിനും പല ആവശ്യങ്ങൾക്കുമായിട്ട് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതായത് ഹൈവേ റോഡ്. ഇതിൻ്റെ മുമ്പിൽ തന്നെ വെള്ള കടകളുണ്ട്, മറ്റുള്ള പായസം, പാലട പായസം, അങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട്. എന്താ പായസം റേറ്റ്? ആ, ലിറ്റർ 200 എന്നാ പറയുന്നത് നമ്മളെ കാക്ക. ആ അതെ, വലിയ ക്ലാസ് 30, മറ്റേ ക്ലാസ് 20. വേണ്ട പാർസൽ അങ്ങനെ നമുക്ക് ആവശ്യത്തിന് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ സൗകര്യമുള്ള മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ സൗകര്യമുള്ള ഈ ഒരു അടുത്തുള്ള ഈ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. തൊട്ടടുത്ത് ചെറിയൊരു വനിത ഹോട്ടലും ഉണ്ട്. ഓക്കെ, ശരി എന്നാ. നമ്മളിപ്പോൾ ഉള്ളത് മാമ്പുഴ വളവിലാട്ടോ. മാമ്പുഴ വളവിൽ ഈ കാണുന്ന സ്ഥലം കേട്ടോ, 31.5 സെൻറ്റ് സ്ഥലം. 2 സൈഡിലായിട്ടും റോഡ് വരും കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ 2 സൈഡിലും റോഡ് വരുന്നുണ്ട്. ആ പൊളിയിലും റോഡ് വരുന്നുണ്ട്, ഈ ഭാഗങ്ങളിലും റോഡ് വരുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ്
പാടാട്ടോ ഈ സ്ഥലം വരുന്നത്. ഈ സൈഡ് ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ആ കാണുന്ന സ്ഥലം റോഡാണ്. അതുപോലെ ഈ വരുന്ന വഴികളിലും മെയിൻ റോഡാട്ടോ. ഇതിപ്പോൾ നമ്മൾ വാടകക്കാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. വാടകക്കാണ് കൊടുക്കുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക. കോണ്ടാക്റ്റ് നമ്പർ ഈ കൊടുക്കുന്നതാട്ടോ.